ഹലോ, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഇതാ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 1-2 റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിനി. അപ്പോൾ അത് അൺബോക്സ് ചെയ്തിട്ട് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് സ്കൂളുണ്ട്. പക്ഷെ ഞാൻ കുറച്ച് നേരം വൈകിട്ടോ എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് അവർക്ക് പാസ്തയാണ് കൊടുത്തു വിടണത്. അപ്പോൾ തലേ ദിവസം അതൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിനി. അതുകൊണ്ട് തന്നെ എനിക്ക് എളുപ്പമായി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ പെട്ടുപോയേനെ. പിന്നെ വേവിക്കാനുള്ളതും എന്തെങ്കിലുമൊക്കെ അരിഞ്ഞു മുറിച്ച് വെക്കാനുള്ളതൊക്കെ നമുക്ക് തലേ ദിവസം തന്നെ ചെയ്ത് വെക്കാണ് കേട്ടോ നല്ലത്. രാവിലെ ഒരു തിരക്കല്ലേ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന പണി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇന്ന് മക്കൾക്ക് നല്ല സന്തോഷം, പിന്നെ കുറച്ച് ദുഃഖമൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. കാരണം സ്കൂൾ അടയ്ക്കുന്ന ദിവസമാണ്. അപ്പം ഫ്രണ്ട്സെല്ലാം കാണാൻ പറ്റില്ല എന്നുള്ള സങ്കടവും, പിന്നെ സ്കൂൾ അടച്ചാൽ നാട്ടിൽ പോകാമെന്നുള്ള സന്തോഷം എല്ലാം കൂടെയാണ് കേട്ടോ. നമ്മൾ ഇൻഷാ അല്ലാ ഈ മാസം നാട്ടിൽ പോകുന്നുണ്ട്. എഴുന്നേക്കാൻ നേരം വയ്യാണ്ട് ചായക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ രാവിലെ ഇതാ അവർക്ക് ബ്രെഡും ഹണിയാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ചായക്ക് കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിനി. അത് കഴിഞ്ഞ് ഞാനും ഇക്കം കൂടെ ചായക്ക് കുടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളെ ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ. രാവിലെ ചെയ്യുന്ന പണികൾ രാവിലെ തന്നെ ചെയ്യാണ് കേട്ടോ നല്ലത്. പ്രത്യേകിച്ച് ഇതുപോലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ, അതുപോലെ ബെഡ്ഷീറ്റ് നന്നായിട്ട് വിരിച്ചിടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ഒരു വീട് കാണുമ്പോൾ തന്നെ നല്ലൊരു ഹാപ്പിനെസ് കിട്ടും കേട്ടോ. എന്താ പറയുക, നമ്മളെ വീടും റൂമും കിച്ചണും എല്ലാം നല്ല വൃത്തിയിൽ എപ്പോഴും നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമല്ലേ. അപ്പം നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുക, അല്ലാതെ പിന്നത്തേക്ക് വെക്കരുത് കേട്ടോ ഒരിക്കലും. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, കുറച്ച് ഫോൺ നോക്കട്ടെ, അങ്ങനെ പറഞ്ഞിരുന്നാൽ നമുക്ക് എല്ലാം നേരം വെക്കും കേട്ടോ. ഇനി ഇതാ ഉച്ചക്കുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഉണ്ടാക്കുന്നത് സാമ്പാറും മുരിങ്ങൻ്റെ ഇല ഉപ്പേരി, പയറുപ്പേരി, പിന്നെ കുറച്ച് എരിന്തരച്ച് കിട്ടിയിട്ടുണ്ടായിനി. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ മുരിങ്ങൻ്റെ ഇല റെഡിയാക്കലും പിന്നെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ കട്ടാക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇത് ഞാൻ ലുലുന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ സാമ്പാർ ഞാൻ അങ്ങനെ ഉണ്ടാക്കില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കും. പിറ്റേ ദിവസം ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ മാത്രം തലേദിവസം ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കി വെക്കും. ഇത് ഉണ്ടാക്കുമ്പോൾ എന്താ അറിയില്ല, അത് നന്നാവില്ല എന്നൊരു തോന്നൽ വരും കേട്ടോ എനിക്ക്. അതുകൊണ്ട് ഞാൻ അതങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കാൻ മെനക്കെടയില്ല. അപ്പോൾ ഏതായാലും ഇതാ സാമ്പാറിന് വേണ്ട പരിപ്പ്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിനി. അപ്പോൾ ഈ ഒരു കുക്കറിലേക്ക് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും പിന്നെ ഉള്ളിയും തക്കാളിയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് തന്നെ കുറച്ച് സാമ്പാർ പൊടിയും കുറച്ച് പുളിവെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പ്രിയൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു വിസിൽ വന്നാൽ മതി. എന്നിട്ട് ഓഫ് ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ ഇതാ എരിന്തരച്ച് ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മുരിങ്ങൻ്റെ ഇല ഉപ്പേരിയും പയറുപ്പേരിയും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ പുളിഞ്ചി ഉണ്ടാക്കാൻ വേണ്ട ഇഞ്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പുളി ഇതാ കുറച്ച് നേരെ ചൂടുവെള്ളം എടുത്തിട്ട് കുറച്ച് നേരം ഒന്നിട്ട് വെച്ചിട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് എടുത്ത് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് അത്, നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ 2-3 വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ അതും കൂടെ ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആ ഇഞ്ചിൻ്റെ ഒക്കെ ഒരു കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കണം. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ കേട്ടോ. അതിൻ്റെ ശേഷം ഇതാ പിഴിഞ്ഞു വെച്ചിട്ടുള്ള പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുളക് പൊടി നമ്മൾ നേരത്തെ ഇഞ്ചി വാട്ടിയെടുക്കുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാൻ ആ ടൈമിൽ ചേർക്കാൻ മറന്നുപോയതാണ്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി തുടങ്ങുന്ന ആ ഒരു ടൈമിൽ ഇതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ പുളിഞ്ചി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് 2 ടീസ്പൂണ് അരി വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ അരി വറുത്ത് പൊടിച്ചത് ചേർക്കുകയാണെങ്കിൽ ഈ പുളിഞ്ചി കുറച്ചിങ്ങനെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ എത്രത്തോളം തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് ഈ ഒരു അരി വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. അവസാനമായിട്ട് കുറച്ച് ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക.
അപ്പോൾ അതാ നമ്മുടെ പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ സാമ്പാർ വറവിടാനുണ്ടായിനി. അപ്പം കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് പൊട്ടിച്ചതും വറ്റൽമുളകും കറിവേപ്പിലയും കൂടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടാണ് കേട്ടോ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതാ നല്ല അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും ഒരു 3 ചുവന്നുള്ളിയും അതുപോലെ ഒരു 2-3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ കാശ്മീരി മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ പീസ് പുളിയില്ലേ അതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഈ ചമ്മന്തിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചമ്മന്തി മാത്രം മതി കേട്ടോ ചോറിൻ്റെ കൂടെ കൂട്ടാൻ. പിന്നെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അതുപോലെ പുളിഞ്ചി നല്ല ടേസ്റ്റ് ഉണ്ടായിനി കേട്ടോ. ആരി വറുത്ത് പൊടിച്ചത് ഇട്ടപ്പം അതിൻ്റെ ഒരു ചെറിയ ചെറിയ തരിത്തരിപ്പുണ്ടല്ലോ അതൊക്കെ ആയിട്ട്. അതിൻ്റെ ഇടയിൽ മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിനി കേട്ടോ. അപ്പം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഒരുന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്. പിന്നെ ഇതാ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ നമ്മളെ മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുക. അപ്പം എന്താ പറയുക, കഴിയുന്നതും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അതുപോലെ നമ്മൾ വീട്ടിൽ എത്ര പണിയെടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം സമയം കണ്ടെത്തണം കേട്ടോ. നമ്മളിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് പോകാനും അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം. അപ്പം ഞാൻ അത്ര വലിയ ആളായിട്ടൊന്നും പറഞ്ഞതല്ല കേട്ടോ. ഈ പറഞ്ഞത് ആർക്കെങ്കിലൊക്കെ ചെറുതായിട്ടെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഏതായാലും ഇതാ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ബൗണ്ടി ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ജയമോള് കുറേ ദിവസമായി ബൗണ്ടി ചോക്ലേറ്റ് ഉണ്ടാക്കി തരുമോ ചോദിച്ച് നടക്കണ്. അപ്പോൾ ലുലു പോയപ്പം ഓളന്നെ ഡെസിക്കേറ്റഡ് കൊക്കനട്ടൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഈ മിൽക്ക് മെയ്ഡും കൊക്കനട്ടും നല്ല രീതിയിൽ തന്നെ മിക്സായി വരണം. നമ്മളെ കയ്യിൽ ഇങ്ങനെ ഉരുട്ടിയാൽ ഇങ്ങനെ ഉരുള പോലെ ആവുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ആവേണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ ബൗണ്ടിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ എത്രത്തോളം ആക്കാൻ പറ്റണോ അത്രത്തോളം ആക്കിയെടുക്കാം. അപ്പോൾ ഇത് ജയമോൾ ഉണ്ടാക്കുന്ന കേട്ടോ പറഞ്ഞത്. പക്ഷെ ഞാൻ പോയി നോക്കിയപ്പം ആള് നല്ല ഉറക്കത്തിലാണ്. രാവിലെ എഴുന്നേറ്റ് പോയതല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഓൾ ഉറങ്ങട്ടെ, ഞാൻ അപ്പോക്കിന് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതാ മുഴുവനും ഇവിടെ ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഇതാ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കാനുണ്ട്. അപ്പം ഞാൻ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് കേട്ടോ മെൽറ്റാക്കുന്നത്. ഓവനിൽ വെച്ചിട്ട് അങ്ങനെയും മെൽറ്റാക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഈ ചോക്ലേറ്റിലൊന്ന് ഡിപ്പാക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ ഫോർക്ക് കൊണ്ട് തന്നെ ചെയ്യാണ് കേട്ടോ നല്ലത്. അങ്ങനെ ആകുമ്പോൾ ബാക്കി വരുന്ന ചോക്ലേറ്റൊക്കെ താഴെ ഈ ബൗളിലേക്ക് തന്നെ ആയിക്കോളും. എന്നിട്ട് ഇതാ ഇതുപോലെ ഈ ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ബൗണ്ടി നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ മോൾ ഭാഗത്ത് ചെറിയൊരു 3 ഡിസൈൻ ഉണ്ടാവുമല്ലോ, അത് ഇതുപോലെ ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ അങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ആക്കിയ സമയത്ത് വല്ലാണ്ട് ആ ഒരു ഷേപ്പിലൊന്നും എത്തിയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ എവിടേക്കോ ഒരു ഷേപ്പിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ ബൗണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ ഈ ചോക്ലേറ്റിന് പകരം ഡയറി മിൽക്ക് മെൽറ്റ് ആക്കിയിട്ട് ആണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ ഉൾഭാഗം ഇതാ ശരിക്കും ബൗണ്ടി ചോക്ലേറ്റിൻ്റെ ആ ഒരു തന്നെ ഉണ്ട് കേട്ടോ. കഴിക്കാനും ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടായിനി. അപ്പോൾ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കിനെ അറിഞ്ഞപ്പം ജയമോള് വേഗം ഉണന്ന് പിന്നെ ഇതാ രണ്ടാളും കൂടെ അവിടെ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിനിന്ന്. ഇത് ഞാൻ ട്രെൻഡിയോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് വഴിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു ആപ്പിൽ ട്രൈ ചെയ്യണത്. അപ്പോൾ സാധനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ. ഈ ഒരു ആപ്പിനെ പറ്റിയിട്ട് ഇപ്പോൾ അധികം ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. ഞാനിതാ ഇതുപോലത്തെ ട്രാവൽ ഓർഗനൈസർ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 7 പീസ് വരുന്നുണ്ട് കേട്ടോ. വലുത് പിന്നെ അതിൻ്റെ ചെറുത് അങ്ങനെയൊക്കെ ആയിട്ട് 7 പീസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോണ സമയത്തോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെ ഷോളുകൾ അല്ലെങ്കിൽ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ അങ്ങനെ ആക്കി വെക്കാമല്ലോ. അതുപോലെ മക്കളെ ക്ലിപ്പ്, ഹെയർ ബാൻഡ്, ക്രീമുകൾ അതൊക്കെ ആക്കി വെക്കാം. ഇതും ഒരു ഓർഗനൈസറാണ് കേട്ടോ. നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സ് അതുപോലെ കുട്ടികളെ ഡ്രസ്സുകളൊക്കെ നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കുട്ടികളെ കബോർഡിലോ അല്ലെങ്കിൽ ഡ്രോയിലൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാ. ഇത് പിന്നെ കിച്ചണിലേക്ക് വാങ്ങിയതാണ് കേട്ടോ.
അപ്പോൾ ഇതിൽ തന്നെ ബ്രഷും ഉണ്ട്, സ്പോഞ്ചും ഒക്കെ വരുന്നുണ്ട്. ഇനി ഇതിൽ ലിക്വിഡ് ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ മതി. ഇതിൽ ഞാൻ നോക്കിയപ്പോൾ 2 കളറാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്, വൈറ്റും പിന്നെ ഈ ഒരു ബ്ലാക്കും. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതുപോലത്തെ സ്റ്റോറേജ് കണ്ടെയ്നറുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മൊത്തം 28 പീസാണ് കേട്ടോ വരുന്നത്. 4 എണ്ണം ഏറ്റവും വലുത്, പിന്നെ അതിൻ്റെ ചെറുത് 8 എണ്ണം, പിന്നെ അതിൻ്റെ ചെറുത് 8, അതിൻ്റെ ചെറുത് 8, അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലൊക്കെ ഒട്ടിച്ച് വെക്കാൻ സാധനങ്ങളെ പേരൊക്കെ എഴുതിയിട്ടുള്ള സ്റ്റിക്കറുകളുണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇട്ട് വെക്കുന്നത് അതിനനുസരിച്ചിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളെ സ്പൈസസ് ഒക്കെ ഇങ്ങനെ ഒരേ ബോട്ടിലിൽ ഇട്ട് വെക്കുമ്പോൾ ചിലപ്പം കൺഫ്യൂഷൻ ആവുമല്ലോ. അപ്പോൾ ഇതുപോലെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ എളുപ്പമാവുമല്ലോ എടുക്കാൻ. പിന്നെ അതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഓഫർ ഉണ്ടായിന്. എനിക്കിതിന് മൊത്തത്തിലായത് 3 KD ആണ്. പിന്നെ ഇതുപോലെ തന്നെ വേറെ സൈസിൽ വരുന്ന സ്റ്റോറേജ് കണ്ടെയ്നറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് പിടിക്കാനൊക്കെ പറ്റും. ഇതിൽ നമുക്ക് അരി അല്ലെങ്കിൽ പൊടിയൊക്കെ ഇട്ട് വെക്കാം. ഇതും 4 എണ്ണം സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ ചെറിയ കണ്ടെയ്നറുകളൊക്കെ എടുത്തിട്ടൊന്ന് വാഷ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നാട്ടിൽ പോയി വന്നിട്ട് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. പിന്നെ രാത്രിയുള്ള ഭക്ഷണം കഴിക്കലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ഇനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി പുതുതായിട്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസും ചാനലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.